ഡിഗ്രി വരെയും മൂലക്ഷേത്രമാണ്. അങ്ങനെ വരുമ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രിക്കുള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ സൂര്യൻ തന്റെ മൂലത്രികോണ രാശിയിലാണ് എന്ന് മനസ്സിലാക്കുക. ആ സൂര്യന് 75% ബലമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്രകാരം ബലവാനായ സൂര്യൻ തന്റെ ഗുണങ്ങളെ മുഴുവൻ അതിനനുസരിച്ച് ജാതകന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് ചിന്തിക്കണം. ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് എത്ര ഡിഗ്രി വീതമുണ്ട് എന്നും മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിന് മുൻപിലായിട്ട് എന്താണ് ഉച്ചം, എന്താണ് നീചം എന്ന് പറയുന്നത്. ഉച്ചം എന്നാൽ ഉയർന്ന അവസ്ഥ, മേന്മ എന്നെല്ലാമാണ് അർത്ഥം. ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിലെ ഈ 12 രാശികളിൽ ചില ഭാഗത്ത് ഉയർന്ന അവസ്ഥ അഥവാ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന അവസ്ഥ കൈവരും. ആ ഭാഗത്തിനെ ആ ഗ്രഹത്തിന്റെ ഉയർന്ന രാശി അഥവാ ഉച്ചരാശി എന്ന് പറയും. അതുപോലെ നീചം എന്നുള്ളതിന്റെ അർത്ഥം താഴ്ന്ന, നിന്ദ്യമായ, പ്രയോജനമില്ലാത്ത, അധമമായ എന്നൊക്കെയാണ് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന രാശിഭാഗങ്ങളെ ഉച്ചം എന്ന് പറയുന്ന സമയത്തിൽ ഗ്രഹങ്ങൾ ദുർബലരായി തീരുന്ന രാശികളെ നീചരാശികൾ എന്ന് പറയും. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്ത രാശികളാണ് ഉച്ചരാശി, നീചരാശി. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂര്യനെ മേടരാശിയാണ് ഉച്ചരാശി, ചന്ദ്രന് കിഴവ്, ചൊവ്വയ്ക്ക് മകരം, ബുധന് കന്നി, വ്യാഴത്തിന് കർക്കിടകം, ശുക്രന് മീനം, ശനിക്ക് തുലാരാശിയാണ് ഉച്ചരാശി. ഈ പറഞ്ഞ രാശികൾ പ്രസ്തുത ഗ്രഹങ്ങളുടെ ഉച്ചരാശികളാണ്. അഥവാ ഈ രാശികളിൽ ഇവർക്ക് നല്ല ബലം ഉണ്ടായിരിക്കും. ഗ്രഹത്തിന്റെ ഉച്ചരാശി ഏതാണോ അതിൽ നിന്നും നിന്ന് തുടങ്ങിയാൽ 7ാമത്തെ രാശി ആ ഗ്രഹത്തിന്റെ നീചരാശിയാണ്. സൂര്യന് തുലാം രാശിയാണ് നീചരാശി, ചന്ദ്രന് വൃശ്ചികവും ചൊവ്വയ്ക്ക് കർക്കിടകവും
നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമി ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങൾ മാത്രമായ രാഹുവിനും കേതുവിനും ഗ്രഹപദവി ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്നു. രാഹുവും കേതുവും ഭൂമിയുടെ സഞ്ചാരപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും തമ്മിൽ ഘടിപ്പിക്കുന്ന 2 ബിന്ദുക്കളാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തുന്ന, അവയ്ക്ക് അന്നവും പ്രാണനുമായി വർദ്ധിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ അതിശക്തമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ഗ്രഹപദവി നൽകിയത്. ചന്ദ്രനും ഭൂമിക്കുമേൽ സ്വാധീനമുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹണാധിപതയ്ക്ക് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങളുള്ളതുകൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇവരെ കുറിച്ച് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശൗ പ്രഥമോ ഗ്രഹാണാം താരാഗ്രഹം പഞ്ചപരേ തദോദൗ സമോഗ്രഹം എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ 2, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപരി താരാഗ്രഹമാണ് 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് തമോഗ്രഹവും അവസാനത്തെ 2 പേര് തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഹുവും കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുളികയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഗുളികന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ